ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 119, 130 നമ്മൾ സ്ഥിരം പറയുന്നൊരു വചനമാണ്. പക്ഷേ ഈ വചനത്തിനകത്ത് വലിയൊരു അനുഗ്രഹമുണ്ട്. സങ്കീർത്തനം 119, 130 നമുക്കൊന്ന് ആവർത്തിക്കാം. അങ്ങയുടെ വചനത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് പകരും. ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. ഇവിടെ വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോ ഇരുണ്ട് മൂടിയ ഇടങ്ങളിൽ പ്രകാശം പരക്കും. അത് പുതിയ അറിവായി, പുതിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും. അതുകൊണ്ട് തന്നെ ഓരോ വചനത്തിന്റെ നിമിഷങ്ങളെയും ദാഹത്തോടെ സ്വീകരിക്കുക. ഓരോ ദൈവവചനങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടും അന്ധകാരവും മാറ്റുന്ന അഭിഷേകത്തിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കാം. അങ്ങനെ ഒരു ആഗ്രഹത്തോടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തുതിക്കുന്ന ഈശോയെ, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാര നിബിഡമായ മേഖലകളിലേക്കും സത്യവചനത്തിന്റെ തെളിനീരും കൃപയും വെളിച്ചവും പ്രകാശവും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, അധരം തുറന്ന് കർത്താവിന്റെ വചനത്തിന്റെ പ്രകാശത്തെ സ്വീകരിച്ച് കർത്താവിന്റെ വചനത്തിന്റെ പ്രകാശത്തിൽ ബലപ്പെടുവാൻ ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, കർത്താവേ, നിന്റെ പരിശുദ്ധ വചനം കൊണ്ട്, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് സമൂഹത്തെ മുഴുവൻ നിറയ്ക്കണമേ. സമയത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മനസ്സ് തുറന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ കർത്താവേ, അങ്ങയുടെ പ്രകാശവും എളിയവർക്ക് അറിവ് പകരുന്ന അങ്ങയുടെ വചനത്തിന്റെ ശക്തിയും കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. മനസ്സിടിഞ്ഞു പോകുന്ന, ഭാരപ്പെട്ടു പോകുന്ന, അന്ധകാര നിബിഡമാകുന്ന ഓരോ ഇടങ്ങളിലേക്കും അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ, ആഗ്രഹത്തോടെ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ,
കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവിൽ നിറയാൻ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 തിരുവചനം. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങളെ പ്രതി, നമ്മുടെ അകൃത്യങ്ങളെ പ്രതി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. നമുക്ക് രക്ഷയായി മാറി. അവന്റെ മുറിവിനാൽ, അവന്റെ മുറിവിനാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. നാം സൗഖ്യമാക്കപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പീഡാസഹനത്തെ, കർത്താവിന്റെ പരിശുദ്ധ മരക്കുരിശിനെ, കർത്താവിന്റെ പരിശുദ്ധ പാടുപീഡകളെ, ആ തിരുമരണത്തെ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടം നമ്മളിങ്ങനെ അഭിഷേകത്തോടെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവൻ, നമ്മുടെ അക്രമങ്ങൾക്ക് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടവൻ, നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷയാക്കി മാറ്റിയവൻ, അവൻ്റെ മുറിവിനാൽ നമ്മളെ സുഖപ്പെടുത്തിയവൻ. ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ അഭിഷേകം ചെയ്യട്ടെ വിശ്വാസത്തോടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുവചന മണിക്കൂറിന്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനത്തെ ഒന്ന് ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ പിന്നിൽ അതത്രമേൽ ഭംഗിയാക്കപ്പെടാൻ ക്രിസ്തു പറഞ്ഞ മനോഹരമായൊരു സന്ദേശത്തെ ധ്യാനിക്കുകയാണ്. റോമയിലെ വിശുദ്ധ ക്ലമന്റ് പറയുന്ന ഒരു വാചകമുണ്ട്. റോമിലെ വിശുദ്ധ ക്ലമന്റ് പറയുകയാണ്, കർത്താവിൻ്റെ തിരുരക്തത്തിൽ നമുക്ക് ദൃഷ്ടിയുറപ്പിക്കാം. കാരണം സ്വർഗം ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയത് അവിടുത്തെ തിരുരക്തമാണ്. ആ തിരുരക്തം ചിന്തപ്പെട്ടപ്പോൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വരപ്രസാദവും ഒഴുകപ്പെട്ടു. വിശുദ്ധം പറയുകയാണ്, കർത്താവിൻ്റെ തിരുരക്തത്തിൽ നമുക്ക് ദൃഷ്ടിയുറപ്പിക്കാം. കാരണം സ്വർഗം അത്രമേൽ വിലപ്പെട്ടതായി കരുതിയത് ആ തിരുരക്തമാണ്. ആ തിരുരക്തം ചിന്തപ്പെട്ടപ്പോഴാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വരപ്രസാദവും സാത്താന്റെ സകല പ്രവൃത്തികളെയും തകർക്കുന്ന അഗ്നി അഭിഷേകവും ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടത്. ആണ് വിശുദ്ധാത്മാക്കളെയൊക്കെ അവരുടെ വിശുദ്ധിയുടെ പാരമ്യത്തിലേക്ക് ഉയർത്തിയത് ആ തിരുരക്തത്തിലേക്കുള്ള ശ്രദ്ധയാണ്, ആ പീഡാസഹനത്തിലേക്കുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ്, ആ തിരുരക്തത്തെ പ്രതിയുള്ള ഭക്തിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ തിരുരക്തത്തെയും കർത്താവിൻ്റെ പരിശുദ്ധ മരണത്തെയും കർത്താവിൻ്റെ പീഡാസഹനത്തെയും ഒന്ന് മനസ്സിലൂടെ കടത്തിവിടുക. അത് സംഭവിക്കുമ്പോൾ തന്നെ ഒരു വരപ്രസാദം നമ്മളെ പൊതിയുകയും നമ്മളെ അഭിഷേകം ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, കർത്താവിൻ്റെ മരണം. കർത്താവിൻ്റെ മരണത്തെ നമ്മളിങ്ങനെ ധ്യാനിച്ചാൽ ലോകചരിത്രത്തിലെ ജനകോടികളെ മുഴുവൻ ഇങ്ങനെ ആകർഷിക്കുന്ന ചരിത്ര വഴികളിൽ ഏറ്റവും അത്ഭുതകരം ഒരു സംഭവമാണ്. ലോകം കണ്ട ഏറ്റവും വൈകൃതം നിറഞ്ഞൊരു മരണം, മാനവ ചരിത്രം കണ്ട ഏറ്റവും ക്രൂരത നിറഞ്ഞ ഒരു മരണം, ഏറ്റവും ശപിക്കപ്പെട്ടതായി പോകാമായിരുന്ന ഒരു മരണം. പക്ഷേ അങ്ങനെ ഒരു ക്രൂരത നിറഞ്ഞ മരണത്തെ, അത്രമേൽ വൈകൃതങ്ങൾ അരങ്ങേറ്റപ്പെട്ട മരണത്തെ അത്രമേൽ സൗന്ദര്യമുള്ള മരണമാക്കി അവൻ മാറ്റി. അത്രമേൽ മിഴിവുള്ള, അത്രമേൽ ഭക്തി ജനിപ്പിക്കുന്ന ഒരു സംഭവമാക്കി ക്രിസ്തു മാറ്റി. അതാണ് ആ മരണത്തിന്റെ സവിശേഷത. ലോകം കണ്ട ഏറ്റവും വൈകൃതം നിറഞ്ഞൊരു മരണം, ലോകം കണ്ട ഏറ്റവും ഭക്തി നിറഞ്ഞ, ലോകം കണ്ട ഏറ്റവും ശാന്തത നിറഞ്ഞ, ലോകം കണ്ട ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ മരണമായി മാറി. നിങ്ങൾ ആ മരണത്തിന്റെ ചുവടുകളിലേക്കൊന്ന് ശ്രദ്ധിക്കുക, അതിലേക്കുള്ള യാത്രകളൊന്ന് ശ്രദ്ധിക്കുക. ഗത്സമന്റെ മരച്ചുവട്ടിൽ അസ്വസ്ഥനായി പ്രാർത്ഥിക്കുന്ന ക്രിസ്തു, മനസ്സത്രമേൽ കലുഷിതമാണ്. പക്ഷേ ഈ പ്രാർത്ഥന കഴിയുന്നതോടുകൂടി അവൻ്റെ മനസ്സ് പാകപ്പെടുകയാണ്. ഈ മരണത്തിലേക്ക് മനസ്സങ്ങോട്ട് ഉറയ്ക്കുകയാണ്. പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അത്ര ശാന്തമാണ്.
തനിങ്ങനെ ജീവനതുല്യം സ്നേഹിച്ച ഒരു മനുഷ്യൻ വന്ന് ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമ്പോൾ, ഒരു കൊലച്ചതയുടെ പിന്നാമ്പുറങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചുംബിക്കുമ്പോൾ ഈശോ അവനെ വിളിക്കുകയാണ്, സ്നേഹിത, കൂട്ടുകാരാ. എത്ര ശാന്തമാണ് ആ മറുപടി. മരണത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടവനെ നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ പറ്റുക. അടുത്ത ഭാഗം, ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരിങ്ങനെ വാളെടുത്ത് വെട്ടുമ്പോൾ, അവന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചെവി ഛേദിക്കപ്പെടുമ്പോൾ അവന്റെ ചെവി സുഖപ്പെടുത്തുകയാണ്. മരണത്തിന്റെ മണിക്കൂറുകൾ എണ്ണുന്ന സമയത്തും അവൻ സ്നേഹമൊഴുക്കുകയാണ്. അടുത്ത രംഗം, താൻ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ 1 അല്ല 2 അല്ല 3 തവണ ഇങ്ങനെ തള്ളി പറയുമ്പോൾ അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. മാടി വിളിക്കുന്ന ഒരു സ്നേഹവീക്ഷണം. ഇങ്ങനെ ധ്യാനിച്ച് പോയാൽ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30 എത്തുമ്പോൾ, അനന്തരം വിനാഗിരി രുചിച്ചിട്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അനന്തരം അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എത്ര സുന്ദരമായ ഒരു മരണം, എത്ര ശാന്തമായ ഒടുക്കം. വാസ്തവത്തിൽ ഇങ്ങനൊരു മരണത്തിലേക്ക് ക്രിസ്തു നടന്നു പോയതിന്റെ പിന്നിൽ അവൻ തന്നെ പറഞ്ഞു വെച്ച സുന്ദരമായ ഒരു ചിന്തയുണ്ട്. നമുക്കതിനെ ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ഈ 10-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ ജീവിതത്തെ ഇത്ര സുന്ദരമാക്കുന്ന ഒരു കാര്യം ക്രിസ്തു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. എന്നിട്ട് 2 കാരണങ്ങൾ. അതിന്റെ ഒരു കാരണം, ഈ നല്ല ഇടയൻ അവന്റെ നിയോഗത്തിന് വേണ്ടി മരണത്തിന് തയ്യാറാണ്. ഇനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 18-ാമത്തെ വാക്യം, അതാരും നിർബന്ധിക്കണോണ്ടല്ല, ആരുടെയും സമ്മർദ്ദത്തിന്റെ അനന്തരഫലമായിട്ടല്ല, മറിച്ച് അതെന്റെ ഇഷ്ടമാണ്, അതെന്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതാണ് അതിന്റെ കാരണം. അതായത് ആ മഹാ ഇടയൻ കാണിച്ചു വെച്ച, പറഞ്ഞു വെച്ച, ജീവിച്ചു തീർത്ത ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഒന്നുകിൽ ഒരു മനുഷ്യന് ഇടയനായി മാറാം. അതിന്റെ കൂടെ തന്നെ ഈശോ ഒരു കാര്യം പറഞ്ഞു, ഇടയനല്ലെങ്കിൽ വേറൊരു റോളും കൂടെ ബാക്കിയുള്ളൂ, കൂലിക്കാരനായിട്ട് മാറാം. ആ മഹാ ഇടയനെ തുടർന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യ ജീവിതങ്ങൾ മുഴുവൻ ഒന്നുകിൽ അവൻ ഇടയനാണ്, ഈ ഇടയധർമ്മം അവൻ ഇല്ലെങ്കിൽ അവൻ കൂലിക്കാരനാണ്. ഇടയനാണെങ്കിൽ ഇടയന്റെ അന്ത്യം ശാന്തമായിരിക്കും, സൗന്ദര്യമുള്ളതായിരിക്കും. കൂലിക്കാരനാണെങ്കിൽ അവന്റെ അന്ത്യം അത്ര സൗന്ദര്യമുള്ളതായിരിക്കില്ല. മനുഷ്യജീവിതം എന്നൊക്കെ പറയണത് ഈ ഇടയനും കൂലിക്കാരനും ഇടയിലുള്ള ഒരു മൽപ്പിടുത്തമാണ് പ്രിയപ്പെട്ടവരെ. അതിന് സമർപ്പിത ജീവിതമെന്നോ പൗരോഹിത ജീവിതമെന്നോ കുടുംബ ജീവിതമെന്നോ ഒന്നുമില്ല. നിന്റെ ജീവിതത്തിന്റെ ഏത് തുറകളിലും നിനക്ക് വേണ്ടി ദൈവം കാത്തുവെച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ്. ഒന്നുകിൽ നിനക്ക് ഇടയനാകാം, അല്ലെങ്കിൽ നിനക്ക് കൂലിക്കാരനാകാം, അല്ലെങ്കിൽ ഈ കൂലി വേഷം കെട്ടിയ ഇടയനെ പോലെ നടിക്കാം, പക്ഷേ ഇടയനല്ല. ഒരു സംഭവം പറയുമ്പോൾ ഇത് കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അടുത്ത ദിവസങ്ങളിൽ 88 വയസ്സുള്ള ഒരു വല്യമ്മച്ചി മരിച്ചു. 6.5 വർഷം കിടന്ന കിടപ്പിലായിരുന്ന ഒരമ്മച്ചി. ഷുഗർ കൂടി, കാഴ്ച നഷ്ടപ്പെട്ട്, കാൽവിരലുകൾ മുറിച്ചു മാറ്റി, ഇങ്ങനെ കിടന്നത് 1 മാസമോ 2 മാസമോ 1 വർഷമൊന്നുമല്ല, 6.5 വർഷം. അമ്മച്ചിക്ക് 5 മക്കളാണ്. 4 പേര് പെൺമക്കളാണ്, 1 മകനും. ഈ 6.5 വർഷം ഈ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയത് ഈ മകന്റെ ഭാര്യയാണ്. ഈ 6.5 വർഷത്തിൽ ഒരു രാത്രി പോലും അമ്മയുടെ സങ്കടങ്ങളുടെ കൂടെ ഇരിക്കാൻ ഈ 4 പെൺമക്കളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിടപ്പിലാകുമ്പോൾ ഈ കിടപ്പിലാകുന്നവരുടെ സങ്കടങ്ങളെ മുഴുവൻ ഇങ്ങനെ ചേർത്ത് നിർത്തണമെങ്കിൽ ഇത് 1 ദിവസമോ 2 ദിവസം കൊണ്ട് തീരണമല്ലോ. നല്ല ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ കിടത്തണം. ഈ ബെഡ്ഷോർ വന്ന് പൊട്ടിയതൊക്കെ ഒപ്പിയെടുക്കണം. കിടന്ന കിടപ്പിലെല്ലാം സാധിക്കുമ്പോൾ അത് മുഴുവൻ ഇങ്ങനെ മാറ്റിയെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കണം. അതിനിടയിൽ ഇങ്ങനെ കിടക്കുന്നവർക്ക് ഇങ്ങനെ പിടിവാശി കൂടുമ്പോൾ അവരുടെ താളത്തിനൊത്ത്
വിട്ടുവീഴ്ചയും ക്ഷമയൊക്കെ കാണിക്കണം. അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ നോക്കുന്നവരുടെ കുടുംബത്ത് വലിയ അനുഗ്രഹമുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ തന്നെ ഒരു അഭിഷേകം വരുന്നുണ്ട്. എന്നിട്ട് സംഭവിച്ചത്, ഈ അടുത്ത നാളിൽ ശാന്തമായി അമ്മച്ചി മരിച്ചു. ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ 4 മക്കള്, ബാക്കി 4 പെൺമക്കൾ ഓടി വരികയാണ്. പിന്നെ അങ്ങോട്ട് ഈ മൃതദേഹത്തിൻ്റെ അരികിലിരുന്നുള്ള വിങ്ങിപ്പൊട്ടലുകളും വലിയ കണ്ണുനീരുമാണ്. ഇങ്ങനെ ഓൺലൈൻ അടക്കമൊക്കെ ശക്തമാകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് കുറെ കൂടെ പ്രൊഫഷണലായിട്ട് കരയാനൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കരയുന്നുണ്ട്. പക്ഷെ 6.5 വർഷം നോക്കിയ മകള്, നാട്യങ്ങളൊന്നുമില്ല, പ്രകടനങ്ങളൊന്നുമില്ല. ഉള്ളിലുള്ള സ്നേഹവും ഉള്ളിലുണ്ടായിരുന്ന അത്ഭുതകരമായ വാത്സല്യമൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ കണ്ണ് നനയുന്നുണ്ട്, കണ്ണ് പൊടിയുന്നുണ്ട്. പക്ഷേ വലിയ പ്രകടനങ്ങളൊന്നുമില്ല. അവസാനം ഈ അമ്മച്ചിയുടെ മൃതദേഹം അതിൻ്റെ മരിച്ചടക്കിൻ്റെ സമാപനത്തിൽ സെമിത്തേരിലെത്താണ്. സെമിത്തേരിലെത്തുമ്പോൾ ഈ മൃതദേഹത്തിൻ്റെ അരികിൽ ഈ മരുമകളെ കാണുന്നില്ല. പക്ഷേ ഈ 4 പെൺമക്കളും വട്ടം ചുറ്റിയിട്ടുണ്ട്. നോക്കുമ്പോൾ കാണുന്നത് ആ സെമിത്തേരിയുടെ ഒരു കോണിലെ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ കണ്ണു തുടച്ച് നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നല്ല സജീവമായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇതിൽ ഇളയ മകള് സെമിത്തേരിയുടെ കോണിൽ നിൽക്കുന്ന ഈ മരുമകളുടെ, അവളുടെ നാത്തൂൻ്റെ അടുത്ത് പോയി അവളുടെ കയ്യിലൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ കൈയല്ലേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. ഒന്നുകിൽ നിനക്കിടയനാകാം, അല്ലെങ്കിൽ കൂലിക്കാരനാകാം, അഥവാ ഇടയവേഷം കെട്ടിയ കൂലിക്കാരനാകാം. ജീവിതം വെച്ച് നീട്ടുന്ന ഏതു സാഹചര്യങ്ങളിലും ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ്, അതാണ് ക്രിസ്തു അതിമനോഹരം ഇങ്ങനെ യാഥാർത്ഥ്യത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു സാധ്യതയാണ്. ഒന്നുകിൽ നീ ഇടയനാണ്, ഇടയൻ സ്വന്തം ജീവിതം ഇങ്ങനെ സമർപ്പിക്കുകയാണ്. അതാരും നിർബന്ധിച്ചിട്ടല്ല, അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പാണ് അവൻ്റെ ഇടയധർമ്മത്തെ അത്രമേൽ വൈശിഷ്ട്യമാക്കുന്നത്. അല്ലെങ്കിൽ അവൻ കൂലിക്കാരനാണ്. ഇടയധർമ്മം നഷ്ടപ്പെട്ടവൻ കൂലിക്കാരനാണ്. ഈ കൂലിക്കാരൻ പ്രകടനങ്ങളിൽ ഒതുങ്ങും, ഇങ്ങനെ ഓടി ഓടി നടക്കും. പക്ഷേ അവൻ്റെ ഉള്ളിൽ സമർപ്പണമില്ല, തിരഞ്ഞെടുപ്പില്ല, മറിച്ച് ഒരു കാഴ്ചക്കാർ മുമ്പിൽ. അതാണ് ശരിക്കും പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കാണ്. ഈ ക്ലേശം നിറഞ്ഞ നാളുകൾ വരും. ക്ലേശം നിറഞ്ഞ നാളുകൾക്ക് ശേഷം അശുദ്ധരും അധർമ്മം നിറഞ്ഞ ഒരു മനുഷ്യർ വരും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്ന മനുഷ്യർ വരും. ജീവിതത്തിൽ ദൈവം പറഞ്ഞ മൂല്യങ്ങളുടെയും ധാർമ്മിക സംവിധാനങ്ങളുടെയും ധാർമ്മിക തത്വങ്ങളുടെയും പ്രകടനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്ന മനുഷ്യർ വരും. വാസ്തവത്തിൽ ഈശോയുടെ മരണം അത്രമേൽ ശാന്തമായതും അത്രമേൽ സൗന്ദര്യമായതും അവൻ ഇടയനായിരുന്നു. അവൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ച വരെ ഇടയധർമ്മം പേറിയ, ഇടയന്റെ ചൂടും ചൂരും നിറഞ്ഞ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് അവന് വ്യക്തമായി അറിയാം ജീവിതത്തിനൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തെ പ്രതി മരണം വരെ പോകും. അതാരുടെയും സമ്മർദ്ദം കൊണ്ടല്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതം, അതിനൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തെ പ്രതി മരണം വരെ പോകേണ്ടവനാണ് ആ കുടുംബത്തിൽ ജീവിക്കുന്നവര്. അതാരുടെയും സമ്മർദ്ദം കൊണ്ടല്ല, മറിച്ച് ദൈവവിളിയാകുന്ന ഒരു ഇടയധർമ്മം അവൻ്റെ ഉള്ളിൽ പേർന്നതുകൊണ്ടാണ്. അത് ഏത് ജീവിതാവസ്ഥയാണെങ്കിലും ഈ ഇടയധർമ്മം കുറഞ്ഞുകൊണ്ട് പോകുന്നു. ഇടയധർമ്മത്തിൽ ഒരു വിള്ളൽ വരുന്നു. ഇടയധർമ്മത്തിൽ ചില ഏറ്റക്കുറച്ചുകൾ വരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കൂലിക്കാരുടെ ബാഹുല്യമാണ്. അതല്ലെങ്കിൽ ഇടയവേഷം കെട്ടിയ കൂലിക്കാരുടെ ബാഹുല്യം. ഇടയനാണെന്ന് കാണിക്കാനുള്ള ചില വ്യഗ്രതപ്പെടലുകളാണ്. പക്ഷേ വാസ്തവത്തിൽ ഇടയന്റെ ഒരു ഗുണമോ മെച്ചമൊന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണവും ക്രിസ്തുവിൻ്റെ മരണവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണ്ടേ? ഒരിടയനെ പോലെ ധർമ്മം മുഴുവൻ നിറവേറ്റിയിട്ട് ആ സ്വാതന്ത്ര്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒടുവിൽ നമുക്ക് ആ ധർമ്മത്തെ
സാക്ഷാത്കരിക്കണ്ടേ? അതുകൊണ്ട് കർത്താവിൻ്റെ തിരുരക്തത്തിലും കർത്താവിൻ്റെ പരിശുദ്ധ മരക്കുരിശിലും ലോകം കണ്ട ഏറ്റവും ശാന്തമായ ആ മരണത്തിലും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന തത്വത്തെ മറക്കാതിരിക്കാം. അതൊരു ഇടയൻ്റെ മരണമായിരുന്നു. അത് നിയോഗത്തെ പ്രതി മരണം പ്രതീക്ഷിച്ചവൻ്റെ മരണമായിരുന്നു. ആ മരണം അവൻ്റെ മനസ്സിൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ഓഫീസ് ജീവിതത്തിൽ ഞാൻ കാണിക്കേണ്ട ഒരിടയ സ്വഭാവമുണ്ട്, ഒരു സമർപ്പണ ബുദ്ധിയുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചോരുന്നിടത്തൊക്കെ എന്നിലെ കൂലിക്കാരൻ തലപൊക്കും. ഒടുവിൽ ആ കൂലിക്കാരൻ്റെ അവസ്ഥ ദാരുണവുമായിരിക്കും. ഈ സമയത്ത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇടയധർമ്മം ചോർന്നു പോകുന്ന, സ്നേഹം വറ്റിപ്പോകുന്ന, ആത്മാർത്ഥത കുറഞ്ഞു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വൈകല്യങ്ങളിലേക്കും കർത്താവ് ഒരഭിഷേകം തരട്ടെ. പരിശുദ്ധ കുർബാനയുടെ അടിയിലേക്ക് നമുക്ക് വരാം. ദൈവവചനത്തിൻ്റെ നിറവിൽ ദൈവപുത്രനെ ആരാധിക്കാം. പ്രിയപ്പെട്ട ഈ സമയത്ത് കർത്താവ് നമുക്ക് നൽകിയ വചനത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമുക്കൊന്ന് ധ്യാനപൂർവം പ്രവേശിക്കാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷയായി മാറി. കർത്താവേ, തിരുവചന വെളിച്ചത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. അഭിഷേകത്തോടെ ആരാധിക്കുന്നു ഈശോയെ. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യ ഈശോ, അങ്ങയുടെ പാടുപീടുകളെ ധ്യാനിച്ച് അങ്ങയുടെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് അനുവദിക്കാൻ അങ്ങ് കടന്നുപോയ മഹാസങ്കടങ്ങളുടെ ചരിത്ര വഴികളെ ഓർത്തും ധ്യാനിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ. റോമിലെ വിശുദ്ധ ക്ലെമന്റിന്റെ ആഹ്വാനം ഞങ്ങൾ ഓർക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ രക്തത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. സ്വർഗം ഏറ്റവും മൂല്യമുള്ളതായി കണ്ടത് ആ തിരുരക്തത്തെയാണല്ലോ. ആ രക്തം ചിന്തപ്പെട്ടപ്പോഴാണല്ലോ മനുഷ്യാത്മാക്കൾ നവീകരിക്കപ്പെട്ടതിൻ്റെ കൃപാവരവും ഒഴുക്കപ്പെട്ടത്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ മരണത്തെയും അങ്ങയുടെ തിരുരക്തത്തെയും ഞങ്ങൾ ധ്യാനിക്കുന്നു. ഏറ്റവും ക്രൂരമായൊരു മരണം ഏറ്റവും സൗന്ദര്യമുള്ള, ശാന്തതയുള്ള മരണമായി അങ്ങ് മാറ്റിയല്ലോ. ആ ഒരു ശാന്തതയുള്ള മരണത്തിൻ്റെ പിന്നിൽ അങ്ങ് പറഞ്ഞ സന്ദേശം ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ ഇടയനാണ്. ഇടയൻ തൻ്റെ നിയോഗത്തെ പ്രതി മരണം വരിക്കുന്നവനാണ്. അങ്ങനെ മരണം വരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല. അതൊരു സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പാണ്. ഓ കർത്താവേ, മനുഷ്യ ജീവിതത്തിൻ്റെ 2 സാധ്യതകളെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇടയനാവുക, അല്ലെങ്കിൽ കൂലിക്കാരനായി നീ മാറും. ഞങ്ങളുടെ ഇടയധർമ്മവും ഇടയ ചൈതന്യവും ചോർന്നു പോകുന്നതിനനുസരിച്ച് ഞങ്ങളിങ്ങനെ കൂലിവേഷം കെട്ടുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ഈശോ, ഞങ്ങളിലെ ഇടയ സ്വഭാവത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിയോഗത്തെ പ്രതി മരണം വരെ മുമ്പോട്ട് പോകാനുള്ള സമർപ്പണത്തിൻ്റെ ബുദ്ധിയും സമർപ്പണത്തിൻ്റെ വീര്യവും ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധമായൊരിടയ ചൈതന്യം അവസാനം
മരണം വരിക്കുന്ന നേരത്തെ ശാന്തതയും സൗന്ദര്യവുമാക്കി അങ്ങ് മാറ്റിയതുപോലെ അത്തരമൊരു തെരഞ്ഞെടുപ്പിന്റെ വൈശിഷ്ട്യം ഞങ്ങളെ ഭരിക്കാൻ കർത്താവേ, അങ്ങയുടെ ഇടയധർമ്മത്തിലേക്ക്, അങ്ങ് പറഞ്ഞു വെച്ച് പൂർത്തീകരിച്ച് കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളെയും വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ഈശോ ആരാധന, ആരാധന. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. ഈശോ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ശക്തമായ അഭിഷേകത്തിലേക്ക് ഉടനവനരിയിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷം തളരരുതേ, ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവില്ല. പച്ചയാമ്പൽ മേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. ഇരുളല വീഴും താഴ്വരയിൽ വഴി തെളിച്ചിന്നും കൂടി വരാം, വഴി തെളിച്ചിന്നും കൂടി വരാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ പരിശുദ്ധ നിമിഷങ്ങളുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ കുർബാന മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ എത്രയോ ധന്യമായിരുന്നു. സ്നേഹത്തോടെയുള്ള ഒരു ആത്മാവിന്റെ സ്നേഹവീക്ഷണം പോലെ എന്നെ പിടിച്ചു നിർത്തുമെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ മുമ്പിലായിരിക്കാൻ അങ്ങ് കാണിക്കുന്ന സ്നേഹ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിലും അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിലും ഞങ്ങൾ ദൃഷ്ടി ഉറപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ചൈതന്യത്താൽ ഈ ആശീർവാദ സമയത്ത് ഞങ്ങളിലുള്ള ഇടയ സ്വഭാവങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സമർപ്പണ ബുദ്ധിയെയും സമർപ്പിക്കാനുള്ള ഞങ്ങളുടെ താല്പര്യത്തെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. കൂലിക്കാരനിൽ നിന്ന് ഇടയനിലേക്ക് വളരുന്ന, ഇടയധർമ്മത്തിൻ്റെ ചൂടും ചൂരും ജീവിതത്തിൽ മുഴുവൻ സ്വന്തമാക്കുന്ന പരിശുദ്ധിയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന അങ്ങയുടെ കരുണയും സ്നേഹവും പതിയേണ്ട എല്ലാ പ്രതിസന്ധികളുടെയും മീതെ ഈ സമയത്ത് അങ്ങയുടെ ആശീർവാദം, അങ്ങയുടെ അനുഗ്രഹം വലിയൊരു അഗ്നിയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, നിന്റെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.